നമസ്കാരമുണ്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ്. ഇത് കൂടുതലായി ഉപകാരപ്പെടുന്നത് പുതിയ യൂട്യൂബേഴ്സിനാണ്. അതിൽ ഞാനടക്കം പെടും. എൻ്റെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം കുറച്ചധികം ഷോർട്സ് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഞാനതിൽ ഇട്ടിട്ടുണ്ട്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, യൂട്യൂബേഴ്സിൽ കുറേ വീഡിയോസ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് വ്യൂസ് കൂട്ടുന്നത്, സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നത്, പലതരം ഞാൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പം പലതിലും നമ്മൾ തമ്പനെയിലൊക്കെ കണ്ടിട്ട് എന്താ പറയേണ്ടത്, 100 സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം വീഡിയോകളുണ്ട്. അതുപോലെ ഇന്നെ സെറ്റിങ്സുകൾ ചെയ്യണം, YT സ്റ്റുഡിയോയിൽ ഇന്ന സെറ്റിങ്സ് ചെയ്താൽ നിങ്ങൾക്ക് വ്യൂസ് കുതിച്ചു വരും, പല വീഡിയോസാണ്. 100 വീഡിയോസിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 95 വീഡിയോകളും നമ്മളെ ചുമ്മാ പറ്റിക്കാനാണ്. അതായത് ഇതിൻ്റെയൊക്കെ കണ്ടൻറ് അവസാനം ഒന്നായിരിക്കും, എന്തെങ്കിലും ഒരു പോയിന്റ്. അപ്പോൾ നമ്മളിത് ആദ്യം മുതൽ അവസാനം വരെ കാണും. അപ്പോൾ അവർക്കത് വ്യൂസ് കൂടും. അതിനാണ് ഇത് കൂടുതലായിട്ട് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മളെന്താ വിചാരിക്കുന്നത്, നമുക്ക് ഇത് കണ്ടാൽ നമ്മളെ ചാനലിലുള്ള വീഡിയോസൊക്കെ വ്യൂസ് കൂടും, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പലതും നമ്മൾ ഓൺ ചെയ്ത് നോക്കുന്നത് നമ്മളത് കാണുമ്പോൾ അട്രാക്ഷൻ കൊണ്ടാണ്. അതായത് തമ്പുനെയിലുകൾ അതൊക്കെ ആദ്യം തന്നെ കാണുന്നത് എന്താ, 5 സെറ്റിങ്സുകൾ മാറ്റിയാൽ നിങ്ങളെ ചാനൽ കുതിച്ചു വരും, ഒരു ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ്, ഞാൻ ഈ സെറ്റിങ്സ് മാറ്റി, നിങ്ങൾ മാറ്റിയോ, പല 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 ആയിരക്കണക്കിന് വീഡിയോസാണ് നമ്മൾ കാണുന്നത്. അതിൽ ഞാനും പെടും. ഞാനും കുറേ കണ്ടിട്ടുണ്ട്. എൻ്റെ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒരു 5-6 മാസം മുന്നേ ഞാൻ ഈ ചാനൽ എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് ഞാനും ചാനലിൽ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഒരു 2 കാര്യം, ഞാൻ പറയുന്ന ഒരു 2 കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ചാനലും വൈറലാകും, വ്യൂസ് വരും, സബ്സ്ക്രൈബേഴ്സ് വരും. പറഞ്ഞ 2 കാര്യങ്ങൾ ഞാനൊന്ന് വിവരിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നല്ല കണ്ടൻറ്റ് കൊണ്ടുവരുന്നതാണ്. അതായത് നമ്മളൊരു കണ്ടൻറ്റുമായി വന്ന് വീഡിയോ ഇട്ടതിന് ശേഷം ജനങ്ങളത് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം. അത് നമുക്ക് കോമഡി ആകാം, പാട്ടാകാം, ഇനിയിപ്പോൾ ഫാമിലി വ്ളോഗ്സ് ആകാം, എന്തുമാകാം, അത് നമ്മളിഷ്ടം. പക്ഷെ നല്ല കണ്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ നല്ല കണ്ടൻറ്റ് കൊണ്ടുവന്നാൽ ആൾക്കാർ സ്വതവേ നമ്മുടെ വീഡിയോസ് കാണും. 10 പേര് കാണുന്നത് 10 പേര് ഫുള്ളായിട്ട് നമ്മളെ ഒരു വീഡിയോ കണ്ടാൽ അവരെന്ത് ചെയ്യും, അത് 20 പേരിലേക്കാവും, അത് 100 ആവും, പിന്നെ 1000 ആവും. എന്തായാലും അങ്ങനെയാണ്. ഈ നല്ല കണ്ടൻറ്റ് കണ്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും. ഇനിയും ഇവരെ അടുത്ത വീഡിയോ നല്ല കണ്ടൻറ്റാണ്, അല്ലെങ്കിൽ ഇതിലും നല്ല ഫണ്ണിയാണ്, അല്ലെങ്കിൽ ഫാമിലി വീഡിയോസ് കാണാനുള്ള താല്പര്യം കൊണ്ട് നമ്മളെ വീഡിയോ അവർ കാണുകയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തമ്പനെയിലാണ്. അപ്പോൾ തമ്പനെയിലിനെ പറ്റിയിട്ട് ഞാൻ യൂട്യൂബേഴ്സിനോട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് ഓൾറെഡി അറിയാം, ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ തമ്പനെയിൽ നമ്മൾ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത് ഒരാൾ യൂട്യൂബ് തുറന്ന് കാണുമ്പോൾ ആ തമ്പനെയിൽ കണ്ടിട്ടാണ് നമ്മളത് വീഡിയോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അത് തമ്പനെയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ ആ വീഡിയോ ഓപ്പൺ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നോ അതിന് വേണ്ടിയിട്ടുള്ള അതുപോലെയുള്ളൊരു തമ്പനെയിൽ നമ്മൾ ഉണ്ടാക്കുക. എന്തും ചെയ്യാം. തമ്പനെയിൽ നമ്മളെ ഭാവനക്കനുസരിച്ചിട്ട് ആ ഒരാൾ കാണുമ്പോൾ ഓപ്പൺ ചെയ്യും എന്ന രീതിയിൽ ആ തമ്പനെയിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ വീഡിയോ അത് വൈറലാകും, സബ്സ്ക്രൈബേഴ്സ് വരും, നമ്മളെ ചാനൽ നല്ല അടിപൊളിയാവും. പിന്നെ യൂട്യൂബിൽ ഇപ്പം കൂടുതലായിട്ട് ട്രെൻഡിങ് എന്ന് പറയുന്നത് ഷോർട്സ് ആണ്. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടുക. നമ്മൾ ഷോർട്ട് വീഡിയോ നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവന്നിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടും. ഷോർട്ട് വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, നമുക്ക് നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ ലോങ് വീഡിയോ കണ്ടോളും. അങ്ങനെയാണ് നമ്മൾ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടുന്നത്.
ഇതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്നോടൊരു കാര്യം ചോദിക്കും, ഇതൊക്കെ ആയിട്ട് നിൻ്റെ ചാനൽ എന്താ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വ്യൂസ് കുറവാണ്. അതിന് എനിക്കൊറ്റ ഉത്തരേ ഉള്ളൂ, എനിക്ക് നല്ല കണ്ടൻറ്റുകൾ കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ അതുകൊണ്ട് വ്യൂസും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല. അതാണ് അതിൻ്റെ എൻ്റെ ഉത്തരം. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കാതെ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ ഇടുന്നതെന്നല്ല, കുറേയൊക്കെ, അതായത് ഒരു 100-ൽ 90-95% വീഡിയോസും വെറുതെ നമ്മളെ കൊണ്ട് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൊണ്ട് കാണിക്കുകയാണ്, അല്ലാണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി എന്തെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും എന്നോട് കമൻറ്റിൽ കൂടെ പറയുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.